ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കൊടുവള്ളിയിലെ MS സൊല്യൂഷൻസിൽ ക്രൈംബ്രാഞ്ച് പരിശോധന ഇപ്പോഴും തുടരുകയാണ്. പരിശോധന 5 മണിക്കൂർ പിന്നിട്ടു. മിഥില ബാലൻ കോഴിക്കോടും ചേർന്നു. മിഥില, ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഇന്ന് കേസെടുത്തിന് ഇതിന് പിന്നാലെയാണ് MS സൊല്യൂഷൻസിൽ റെയ്ഡ് 5 മണിക്കൂർ പിന്നിടുന്നു. ഇതുവരെ എന്തെങ്കിലും കാര്യമായ കണ്ടെത്തലുകൾ ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? കേസിന്റെ വിശദാംശങ്ങളടക്കം എന്തൊക്കെയാണ്? സുഹൈലെ, ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത എന്നത് ക്രൈംബ്രാഞ്ചിന്റെ ഈ ഒരു പരിശോധന അല്പസമയം മുമ്പ് അവസാനിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ അവിടെ നിന്നും മടങ്ങിയിട്ട് MS സൊല്യൂഷൻസിലും ഒപ്പം തന്നെ CEO സുഹൈബിന്റെ വീട്ടിലുമാണ്, കൊടുവള്ളിയിലെ ചോലയിലുള്ള വീട്ടിലുമാണ് പരിശോധന നടത്തിയത്. ഈ പരിശോധന രാവിലെ 11 മണിക്കാണ് ആരംഭിച്ചത്. 5 മണിക്കൂറിന് ശേഷം ആണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു പരിശോധനയായിരുന്നു. ഈ രണ്ടിടങ്ങളിൽ ക്രൈംബ്രാഞ്ച് DYSP സുനിൽകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. 2 വിഭാഗങ്ങളായി തിരിഞ്ഞായിരുന്നു പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ ഈ സൊല്യൂഷൻസിൽ നിന്ന്, അതായത് ഈ സ്ഥാപനത്തിൽ നിന്ന് ലാപ്ടോപ്പ്, മറ്റ് ഹാർഡ് ഡിസ്കുകൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഡിവൈസുകളും മറ്റ് രേഖകളും ഈ വീട്ടിൽ നിന്ന്, ഇയാളുടെ വീട്ടിൽ നിന്ന് മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് ഈ ഒരു പരിശോധന അവസാനിച്ചത്. ഇന്ന് രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധനയുമായി ക്രൈംബ്രാഞ്ച് ഈ രണ്ടിടങ്ങളിലും പരിശോധന നടത്തിയത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്നത് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഈ ഒരു ഡിജിറ്റൽ ഡിവൈസുകളും ഒപ്പം തന്നെ രേഖകളും മൊബൈൽ ഫോണും പിടിച്ചെടുത്തു എന്നത് തന്നെയാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ വിവരമായി ഇപ്പോൾ പുറത്തു പറയാനുള്ളത്. സുഹൈൽ, ശരി, ഒടുക്കം 5 മണിക്കൂറിന് ശേഷം MS സൊല്യൂഷൻസിലെ ക്രൈംബ്രാഞ്ചിന്റെ റെയ്ഡ് അവസാനിപ്പിച്ചിരിക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ചയുടെ വേരെ തേടി MS സൊല്യൂഷൻ തട്ടി നിൽക്കുന്നു. അവിടെ നിന്ന് ആരിലേക്ക് അന്വേഷണം നീങ്ങുമെന്ന് കണ്ടറിയാം.